ജാഫറിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വടക്കഞ്ചേരി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. ജാഫർ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ താൻ അങ്ങനെ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല, അങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടില്ല എന്ന പ്രതികരണമാണ് നടത്തിയത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും അട്ടിമറിക്കെതിരെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധം ഉയരുകയാണ്. വടക്കാഞ്ചേരി അട്ടിമറിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. ജാഫറിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കൾ, UDF-ന്റെ നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ജാഫറിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ജാഫറിന്റെ വിശദീകരണം അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ശബ്ദരേഖയടക്കം പുറത്തു വന്ന സാഹചര്യത്തിലാണ് അല്പസമയം മുമ്പ് ജാഫർ പ്രതികരണം നടത്തിയത്. തമാശയ്ക്ക് പറഞ്ഞു എന്നടക്കമുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അത് വലിയ പ്രതിഷേധവും അന്വേഷണമടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ജാഫറിനെ അടക്കം ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോൾ അവിടുത്തെ പ്രതിഷേധത്തിന്റെ രീതി? അതായത് ഇവിടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ഉണ്ടായത്. കരിങ്കൊടിയുമായി എത്തുകയായിരുന്നു. ജാഫർ ഇവിടെ വെങ്കിടങ്ങിൽ വെച്ചായിരുന്നു നമ്മൾ ജാഫറിനെ കണ്ടത്. ഇവിടെ ഒരു പള്ളിയിൽ ജുമാക്കി കയറിയതായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ജാഫറിൻ്റെതായ വിശദീകരണമൊക്കെ തന്നെ പറയുകയാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് ഇവിടെ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ നേരെ ജാഫറിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. കരിങ്കൊടിയുമായി എത്തി അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് ജാഫർ മറ്റൊരു വാഹനത്തിൽ കയറി ഇവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. ഇവിടെ എന്താണ് നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കാൻ കാരണം ജനാധിപത്യ രൂപത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, ഒരു മുന്നണിയായി മത്സരിച്ചു. എന്നിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലക്ഷങ്ങൾ കോഴ മേടിച്ചിട്ട് അത് മാറുമെന്ന് പറയുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതാണ്. വടക്കാഞ്ചേരിയിലെ ജനങ്ങൾക്ക് വേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഭരണമാറ്റം, സ്ഥിരമായിട്ട് അവർ ജയിക്കുന്ന ഭരണമാറ്റത്തിന് 7-7 എന്നുള്ള തുല്യ നിലയ്ക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് UDF-ൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. UDF-കാരും കോൺഗ്രസ്സുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി പണിയെടുത്ത് ജയിച്ച ഒരു സ്ഥാനാർത്ഥി അവസാന നിമിഷത്തിൽ കാലുമാറുക, കോഴ മേടിച്ച് ചെയ്യുന്നത് ഒരു കരിങ്കാലിപ്പണിയാണ്. അത് നമ്മൾ കയ്യിൽ അത് അവനെ കണ്ടപ്പോൾ നമ്മളുടെ പ്രതിഷേധം ചെയ്യാണ്. ഇത് ഒരിക്കലും ഭൂഷണമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതൊരു ഭൂഷണമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ പ്രതിഷേധം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കൂടിയിട്ട് വെങ്കടെങ്കിൽ കണ്ടപ്പോൾ ചെയ്തു എന്ന് മാത്രം. തീർച്ചയായും പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വടക്കാഞ്ചേരി വോട്ട് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്.